പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 44-ാമത് ക്ലാസ്സിലാണ് ഇന്ന് നമ്മളുള്ളത്. 75-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇന്ന് നമുക്ക് പരിശോധിച്ചു തുടങ്ങുവാനുള്ളത്. 75-ാമത്തെ ആയത്ത് കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തുടക്കമാണ് 74-ാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞു പോവുകയാണ് അടുത്ത ആയത്തുകളിലൂടെ. വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. നമ്മൾ പറഞ്ഞു, അപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ അർത്ഥം. നാം കാണിച്ചു കൊടുക്കുന്നു നുരീ ഇബ്രാഹിം നബിക്ക് മലക്കൂത്ത്, ആധിപത്യ രഹസ്യങ്ങൾ, മലക്കൂത്തുകൾ. മലിക്കുൻ, മാലിക്കുൻ, മുൽക്കുൻ, രാജാവ്, ആധിപത്യം, അധികാരം എന്നൊക്കെയാണ് ആ വാക്കുകളുടെ അർത്ഥം. അതിൽ നിന്നുണ്ടായ മലക്കൂത്തുൻ എന്ന വാക്കിന്റെ അർത്ഥം ആധിപത്യ രഹസ്യങ്ങൾ എന്നാണ്. അത് ഏതൊരു രാജാവിനും ഏതൊരു ഭരണകർത്താവിനും ആ ഭരണകർത്താവിൻ്റെതായ ചില രഹസ്യങ്ങൾ ഉണ്ടാകും. ആധിപത്യം നടത്തുന്ന ആ സാമ്രാജ്യത്തിന്റെ, ആ രാജ്യത്തിൻ്റെതായ ഒരുപാട് രഹസ്യങ്ങൾ ആ രാജാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ്, അധികാരിയാണ്, ഉടമസ്ഥനാണ്. അവന്റെ ഉടമസ്ഥതയിലുള്ള ഈ പ്രപഞ്ചത്തിന്റെ, അവനിവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ, അവന്റെ നിയന്ത്രണത്തിലുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നാണ്. വല്ലാത്തൊരു അത്ഭുതകരമായ കാര്യമാണത്. ഇത്രമാത്രം തന്റെ അധികാരത്തിന്റെ, ആധിപത്യത്തിന്റെ രഹസ്യങ്ങൾ കൂടെ കാണിച്ചു കൊടുക്കാൻ മാത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് പ്രത്യേകതയുണ്ടായിരുന്നു എന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ ചരിത്രം നമ്മൾ കേൾക്കാതെ പോകരുത്, നമ്മൾ അറിയാതിരിക്കരുത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ആധിപത്യ രഹസ്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് നാം കാണിച്ചു കൊടുക്കുന്നു. വലിയകൂന മിനൽ മൂഖിനീൻ. എന്തിനാണത്? ദൃഢബോധ്യമുള്ള, മൂഖിനായ, മൂഖിനുൻ ദൃഢബോധ്യമുള്ളവൻ, ഐഖന യൂഖിനു യഖീനുൻ ദൃഢബോധ്യം. അങ്ങനെ ദൃഢബോധ്യമുള്ള, യഖീനുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയും കൂടി ആണ് ഇതിനൊക്കെ പുറമെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് ഈ ആധിപത്യ രഹസ്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. മുൽക്കുൻ രാജത്വം, രാജാധിപത്യം. മലക്കൂത്ത് എന്നതിന് കൂടുതൽ ശക്തിപ്പെടുത്തി മഹത്വപ്പെടുത്തിയും കൊണ്ടുള്ള ഒരു രൂപഭേദമാണ്. മുൽക്കുൻ എന്നതിൽ നിന്ന് രാജത്വം, ആധിപത്യ, രാജാധിപത്യം എന്നതിനെ കൂടുതൽ ശക്തിപ്പെടുത്തി പറയാവുന്ന, മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയാവുന്ന ഒരു കാര്യമാണ് മലക്കൂത്തുൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിംബാരാധനക്ക് അടിമപ്പെട്ടിരുന്ന നാട്ടിലും വീട്ടിലും ജനിച്ചു വളർന്ന അദ്ദേഹം അത് ശിർക്കാണെന്ന്, ദുർമാർഗമാണെന്ന് മനസ്സിലാക്കിയതുപോലെ ആകാശഭൂമികളുടെ ഭരണാധികാരം, ഉടമസ്ഥത, അവയിൽ ഏകാരാധ്യനായിരിക്കുവാനുള്ള അർഹത, അവയുടെ രക്ഷാകർത്തൃത്വം തുടങ്ങിയ അള്ളാഹുവിന് മാത്രമാണെന്ന് യാഥാർത്ഥ്യം കാര്യകാരണ സഹിതം അള്ളാഹു അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തിരുന്നു എന്നാണ്. ബിംബാരാധന നിർവഹിക്കപ്പെടുന്ന ഒരു നാട്ടിൽ, ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം
അത് ശിർക്കാണ്, ദുർമാർഗമാണ് എന്ന് കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കി. അതേപോലെ തന്നെ ആകാശഭൂമികളുടെ കൃത്യമായ ഭരണാധികാരം, അതിന്റെ ഉടമസ്ഥത, അവയിൽ ഏകദൈവമായിരിക്കാനുള്ള, ഏകാരാധ്യനായിരിക്കാനുള്ള അർഹതയുമൊക്കെ പ്രപഞ്ചരക്ഷിതാവിന് മാത്രമാണ് എന്ന കാര്യം കൂടെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ ഒരു പരാമർശത്തിലൂടെ, അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത് എന്ന് ആണ് വിശദീകരിക്കപ്പെടുന്നത്. മലക്കൂത്ത്, അവലം യൻദുറൂ ഫീ മലക്കൂത്തിസ് സമാവാതി വൽ അർള് വമാ ഖലഖല്ലാഹു മിൻ ശൈഇൻ വഅൻ അസാ യഖൂല ഖദ് ഇഖ്തറബ അജലുഹും വബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. സൂറത്തുൽ അറാഫിലെ ഇങ്ങനൊരു ചോദ്യമുണ്ട്. അവർ നോക്കുന്നില്ലേ ഫീ മലക്കൂത്തിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മലക്കൂത്തിൽ അവർ നോക്കുന്നില്ലേ എന്ന് ഖുർആൻ നിഷേധിക്കുന്നവരോട്, പ്രവാചകനെ തള്ളിപ്പറയുന്നവരോട്, ഈ കാര്യങ്ങളിലൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നവരോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. എന്താ നോക്കിയിട്ട് എന്താ കണ്ടെത്തേണ്ടത്? വമാ ഖലഖല്ലാഹു മിൻ ശൈഇൻ, അള്ളാഹു സൃഷ്ടിച്ച ഏതൊരു കാര്യത്തെ എടുത്ത് അവർ പരിശോധിച്ചു നോക്കിക്കൂടെ? എന്നിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്ത്? വഅൻ അസാ അൻ യഖൂന ഖദ് ഇഖ്തറബ അജലുഹും, അവരുടെ അവധി അടുത്തെത്തിയിരിക്കുന്നു എന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ പോരെ? ആകാശഭൂമികളുടെ മലക്കൂത്തിന്, ആകാശഭൂമികളിലുള്ള പടച്ചവന്റെ അധികാര അവകാശങ്ങളെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കിയാൽ പോരെ? ഏതൊരു സൃഷ്ടിയെയും എടുത്ത് പരിശോധിച്ചാൽ എല്ലാം തന്നെ നശിക്കാനുള്ളതാണ് എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെയാകുമ്പോ അവർക്കും അവരുടെ അവധി ഇതാ അടുത്തെത്തിയിരിക്കുന്നു എന്ന കാര്യം എന്തുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, ഈ ഒരു വർത്തമാനമല്ലാതെ പിന്നെന്ത് വർത്തമാനത്തിലാണ് കുട്ടയെ നിങ്ങൾ വിശ്വസിക്കുക എന്ന് ഒരു ഭാഗത്ത് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. വേറൊരു ആയത്തിൽ ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ, പ്രവാചകനെ ചോദിക്കുക, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ഒരുവന്റെ കൈവശത്തിലാണ്, അവൻ അഭയം നൽകുന്നു, അവനെതിരായി എവിടെ നിന്നും അഭയം ലഭിക്കുകയില്ല. അങ്ങനെയുള്ളവൻ ആരാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയൂ. ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ആധിപത്യം വഹിക്കുന്നത്? എല്ലാം അവന്റെ കൈവശത്തിലാണ്. അവനാണ് എല്ലാവർക്കും അഭയം നൽകുന്നത്. അവനെതിരായി എവിടെ നിന്നും ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ അഭയമില്ലെങ്കിൽ വലാ യുജാറു അലൈഹി, പടച്ചവന്റെ അഭയമില്ലാതെ മറ്റെന്ത് അഭയമാണ് ആർക്കെങ്കിലും എവിടെ നിന്നെങ്കിലും ലഭിക്കാനുണ്ടോ? ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ സംബന്ധിച്ചിടത്തോളം മലക്കൂത്ത് എന്താണെന്ന് അദ്ദേഹത്തിന് അതിന്റെ രഹസ്യം മനസ്സിലാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ രാജാധിപത്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് അറിവുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് നൽകുകയാണ്. എങ്ങനെ, എത്രമാത്രം വിശാലമായി എന്നൊന്നും നമുക്കറിയില്ല. അള്ളാഹു നമ്മളോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. കാരണം സാധാരണ ആളുകളെ പോലെയുള്ള ഒരു വിശ്വാസമല്ല, അങ്ങനെയുള്ളൊരു വിശ്വാസിയല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വിശ്വാസം സാധാരണക്കാരെ പോലെയുള്ള വിശ്വാസമല്ല. ഒരു കാരണവശാലും പതറിപ്പോവുകയോ ബലക്ഷയം ബാധിക്കുകയോ ചെയ്യാത്ത കടുത്ത അതിശക്തമായ വിശ്വാസമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് അരക്കിട്ടുറപ്പിക്കാൻ, അത് ശക്തിപ്പെടുത്താനുള്ള ബിൽ മുഖിനീൻ, അദ്ദേഹം ദൃഢമായ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് മലക്കൂത്തിന്റെ വിജ്ഞാനം നൽകിയത് എന്ന് അള്ളാഹു ഇവിടെ വിശദീകരിക്കുക. നോക്കൂ നിങ്ങൾ, എന്താണ് മലക്കൂത്ത്? ഈ അഖിലാണ്ട
മണ്ഡപത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ അതിനെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ, കാര്യങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നല്ലേ നമ്മളോട് പറഞ്ഞ് നമ്മൾ കണ്ടില്ലേ? നിങ്ങൾ എന്താ അള്ളാഹുവിന്റെ മലക്കൂത്തിലേക്ക് നോക്കാത്തത്? നിങ്ങളുടെ ചിന്ത എന്താ അങ്ങോട്ട് പോകാത്തത്? പടച്ചവന്റെ ഈ മലക്കൂത്തിനെ നിങ്ങൾ പഠനവിധേയമാക്കിയാൽ നിങ്ങൾ ഓരോരുത്തരുടെയും അവസാനം ഇതാ അടുത്തിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കല്ലോ എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. എന്നാൽ നമ്മളൊന്ന് നോക്കാൻ ശ്രമിച്ചു നോക്കൂ. 1 സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണോ? അത്ര വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം, ആ പ്രകാശത്തിന്റെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് മധ്യബിന്ദുവിലൂടെ നേർക്കുനേരെ എത്തിച്ചേരാൻ 46 ബില്യൺ പ്രകാശവർഷം വേണ്ടിവരുമെന്നാണ്. ഇത്ര വേഗതയിൽ സഞ്ചരിക്കുന്ന 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പെർ സെക്കൻഡിൽ, 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം, അത് ഒരു വശത്ത് നിന്ന് മറുവശത്തിലൂടെ മധ്യബിന്ദുവിലൂടെ നേർക്കുനേരെ എത്തിച്ചേരാൻ 46 ബില്യൺ പ്രകാശവർഷം വേണ്ടിവരും എന്നാണ്, ഒരു വശത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തിച്ചേരാൻ. അപ്പൊ ഇങ്ങനെ അത്ര വിശാലമായി കിടക്കുന്ന ഈ പ്രപഞ്ചം, മനുഷ്യന്റെ നിരീക്ഷണ കഴിവുകൾ എത്ര സമർത്ഥമായിരുന്നാലും ശരി, അവന്റെ ഗോളാന്തര യാത്രകൾ എത്ര വിജയകരമായി തീർന്നാലും ശരി, അഖിലാണ്ടത്തിന്റെ സൂക്ഷ്മമായ കണക്കും കയ്യും അവന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രകാശത്തിന് പോലും എത്ര വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശമാണ്. ആ പ്രകാശത്തിന് പോലും, പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും ഈ അണ്ഡകടാഹത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഈ പ്രപഞ്ചം അതിവിശാലമാണ്, വീണ്ടും വിശാലമായി കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. അവിടെയാണ് മലക്കൂത്തിനെ സംബന്ധിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നത്. ഒരു കാലത്ത് മനുഷ്യൻ ഈ ഇത്രയും ദൂരം താണ്ടിക്കടക്കാനും ചുറ്റി സഞ്ചരിക്കാനും ഒക്കെ മനുഷ്യന് സാധിക്കും എന്ന് ഊഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം ഇത്രയും വർഷമെടുത്താൽ, ഇത്രയും കാലമെടുത്താൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് മനുഷ്യൻ വിചാരിച്ചാൽ തന്നെയും ഇതിലടങ്ങുന്ന, ഈ പ്രപഞ്ചത്തിലടങ്ങുന്ന ആകാശങ്ങൾ, അവയിലെ കോടാനുകോടി നക്ഷത്രങ്ങൾ, നിരവധി സൗരയൂഥങ്ങൾ, ഓരോന്നിന്റെയും ഉപഗ്രഹങ്ങൾ, ഭൂമി, അതിലെ സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, മലക്കുകൾ, മനുഷ്യർ തുടങ്ങിയ ജീവികളും, അങ്ങനെ ഒരുപാട് സംഗതികൾ അമാനി മൗലവി വിശദീകരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം കൂടെ മനുഷ്യന് അവന്റെ ഒരായുസ്സിനിടയിൽ കണ്ടെത്താനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കും എന്ന് നമുക്ക് കരുതാവതല്ല. കാരണം പ്രപഞ്ചം ദിനേന എന്നോളം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എവിടെയാണ് രാജാതിരാജനായ അള്ളാഹുവിന്റെ രാജാധിപത്യത്തെ സംബന്ധിച്ച്, മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവിന്റെ മലക്കൂത്തിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എത്ര മഹനീയമാണ്, എത്ര വിസ്തൃതമാണ്, എത്ര വിസ്മയകരമാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളും. ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നാണ് അള്ളാഹു നേരത്തെ സൂചിപ്പിച്ചത്. പറഞ്ഞു മലക്കൂത്ത്, മാലിക്, മലിക്, മുൽക്ക്, മലക്കൂത്ത് എന്നതൊക്കെ ആ വാക്കുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഒരു സംഭവം, ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, ഖുബ്തു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തൻ, ഞാനൊരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് റസൂൽ രാത്രി എഴുന്നേറ്റപ്പോ ഞാനും എഴുന്നേറ്റു അദ്ദേഹത്തിന്റെ കൂടെ, രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റു. ഫഖാമ, അങ്ങനെ റസൂൽ എഴുന്നേറ്റ്, ഫഖറഅ സൂറത്തുൽ ബഖറ, ലാ യമുറു ബിആയത്തിൻ റഹ്മത്തിൻ ഇല്ലാ വഖഫ വസഅല. എന്നിട്ട് അദ്ദേഹം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ തുടങ്ങി. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുമ്പോ
അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ പറയുന്ന ഏതെങ്കിലും ആയത്തുകളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുമ്പോ അവിടെ ഓത്ത് നിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കും, പടച്ചോനെ ആ റഹ്മത്ത് എനിക്ക് നീ നൽകണേ, ഞങ്ങൾക്ക് നൽകണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. വലാ യമുറു ബി ആയത്തിൻ അദാബിൻ, ശിക്ഷയെ സംബന്ധിച്ച് പറയുന്ന, നരകത്തെ സംബന്ധിച്ച് പറയുന്ന ഒക്കെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോ ഇല്ല വഖഫ, റസൂൽ ഒന്ന് അവിടെ വഖഫ് ചെയ്യും, നിർത്തും. വതഅവദ, എന്നിട്ട് ആ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. പടച്ചവനെ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കും. ഖാല ഔഫ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു പോവുകയാണ്, സുമ്മ റക്കഅ ബിഖദ്രി ഖിയാമിഹി, പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂ ചെയ്തു. ആ റുക്കൂവിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഖിയാമിന്റെ അത്രയുണ്ടായിരുന്നു, നൃത്തത്തിന്റെ അത്രയുണ്ടായിരുന്നു. സുദീർഘമായ റുക്കൂ ആണ് ചെയ്തത്. റുക്കൂവിലേക്ക് പോയില്ലേ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള ഒരു റുക്കൂ അല്ലായിരുന്നു. ആ റുക്കൂ നൃത്തത്തോളം തന്നെ സുദീർഘമായ റുക്കൂ ആയിരുന്നു. യഖൂലു ഫീ റുകൂഇഹി, ആ റുക്കൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, സുബ്ഹാനൽ ജബറൂത്ത് വൽ മലകൂത്ത് വൽ കിബ്രിയാഇ വൽ അളമ, സുബ്ഹാനൽ ജബറൂത്തി വൽ മലകൂത്തി വൽ കിബ്രിയാഇ വൽ അളമ. ജബറൂത്തിന്റെ ഉടമയായ, മലക്കൂത്തിന്റെ ആളായ, കിബ്രിയായിന്റെയും അളമത്തിന്റെയും മഹത്തായ സംഗതികളുടെ എല്ലാവിധ ഗംഭീരമായ സംഗതികളുടെയും എല്ലാവിധ ആധിപത്യങ്ങളുടെയും എല്ലാവിധ പ്രഗത്ഭമായ സംഗതികളുടെയും ഏകദേശം ഒരേ സാമ്യമുള്ള അർത്ഥമാണ്. ഏറ്റവും വലിയ വലിയ വിഷയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ ഒക്കെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുടെയും കിബിരിയാ, സാധാരണ കിബിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാണല്ലോ, എല്ലാവിധ വലിപ്പത്തരങ്ങളുടെയും, അലമത്ത് എല്ലാവിധ ഗംഭീരമായ സംഗതികളുടെയും, മലക്കൂത്ത് എല്ലാവിധ രാജാധിപത്യങ്ങളുടെയും, ജബറൂത്ത് ജബ്ബാർ എല്ലാവിധ അതിമഹത്തരമായ അധികാരങ്ങളുമുള്ള പടച്ചറബ്ബേ, നിന്നെ ഞാൻ സുബ്ഹാന, നിന്റെ സ്തോത്ര കീർത്തനങ്ങൾ ഞാൻ പാടിപ്പുകഴ്ത്തുന്നു, അല്ലെങ്കിൽ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. രാത്രികാലങ്ങളിലെ നമസ്കാരങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു ദിക്റാണിത്. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഫി സുജൂദിഹി, അദ്ദേഹത്തിന്റെ സുജൂദിലും മിസ്ല ദാലിക, ഇതേപോലെ തന്നെ പറയാറുണ്ടായിരുന്നു എന്നാണ്. സുജൂദിലും റുകൂഇലുമൊക്കെ നമ്മൾക്ക് പറയാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന നമുക്കറിയാം. സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അഅല, അത് എന്തായിരുന്നാലും പറയണം. അതോടൊപ്പം തന്നെ ഇതേപോലെ കുറെ ദിക്റുകൾ സുജൂദിലും റുകൂഇലും ഒക്കെ ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടതുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റായിട്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയായി വൽ അളമ. അവ പടച്ചവന് വല്ലാതെ മഹത്വപ്പെടുത്തിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞതിനു ശേഷം നമ്മൾ മറ്റുള്ള പ്രാർത്ഥനകളും നിർവഹിക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാലോ. വലിയഖൂന മിനൽ മൂഖിനീൻ, ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വലിയഖൂന മിനൽ മൂഖിനീൻ, അദ്ദേഹം ദൃഢ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി. ഇബ്രാഹിം നബിക്ക് ഇങ്ങനെ ഇത്രയും വലിയ ആദരവുകൾ നൽകാൻ എന്താണ് കാരണം? ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ഇവിടെ മലക്കൂത്ത് കാണിച്ചു കൊടുക്കാൻ മാത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തിലുള്ള പ്രത്യേകതകൾ നമുക്കറിയാൻ പലതും. ഒന്ന് രണ്ടെണ്ണം പരിശോധിച്ചു നോക്കുക. ഇബ്രാഹിം അല്ലദീ വഫ, ഇബ്രാഹിം നബിയെ വിശേഷിപ്പിച്ച ഒരു വാക്ക. കരാർ പൂർത്തീകരിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താണോ അള്ളാഹുമായി ഉണ്ടാക്കിയ കരാർ,
അല്ലെങ്കിൽ അള്ളാഹു എന്താണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്, ആ രണ്ട് സംഗതികളും കൃത്യമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പൂർത്തീകരിച്ച വ്യക്തിയായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ ഈ ഒരു കാര്യം എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നു. അന്നഹാദൽ മൻസിബൽ അദീമ വഹുവ ഇത്റാഫു അക്സരി അഹ്ലിൽ ഇൽമി ബിഫദ്ലിഹി വഉലുവി മർതബതിഹി ലം യത്തഫിഖ് ലിഅഹദിൻ കമാ ഇത്തഫഖ ലിൽ ഖലീൽ അലൈഹിസ്സലാം. ഇത് കിട്ടാനുള്ള കാരണം, അദ്ദേഹത്തിന് ഇത്രയും വലിയ പദവികൾ ലഭ്യമാകാനുള്ള കാരണം എന്താണെന്ന് അതിന്റെ ചോദ്യത്തിന് ഉത്തരം എന്നോണമാണ് ഈ ആയത്തിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ്. പടച്ചവരുമായുള്ള കരാറുകൾ പൂർത്തീകരിക്കുക. ഇങ്ങനെ അള്ളാഹുമായിട്ടുള്ള കരാറുകൾ പൂർത്തീകരിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹു ഇതുപോലെ ഉയർന്ന പദവികൾ, ഉയർന്ന തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു നൽകുമെന്നാണ് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നാണ്. വസ്സബബു ഫീഹി അന്നഹു ഹസ്സല ബൈനർ റബ്ബി വബൈനൽ അബ്ദി മുആഹദത്തുൻ. ഇതേപോലെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കുക. അള്ളാഹു ഒരുപാട് ഉടമ്പടികൾ, ഒരുപാട് കരാറുകൾ സൃഷ്ടികളുമായിട്ട് നിരന്തരമായി അള്ളാഹു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതുപോലെ ഖുർആൻ പറഞ്ഞതുപോലെ വഊഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും, നിങ്ങൾ എന്നോടുള്ള കരാറുകൾ പൂർത്തീകരിക്കണേ, ഞാൻ നിങ്ങളോടുള്ള കരാറുകളെ പൂർത്തീകരിക്കാം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ അള്ളാഹുവിനോട് ചെയ്ത കരാറുകളൊക്കെ നമ്മൾ പൂർത്തീകരിക്കുന്നുവെങ്കിൽ അള്ളാഹു നമ്മളോട് ചെയ്ത ഉടമ്പടികൾ ഓരോന്നും പടച്ചവൻ പൂർത്തീകരിക്കുന്നതാണ് എന്നാണ്. ഇപ്പോൾ പല ഓഫറുകളും അള്ളാഹു നൽകുന്നുണ്ടല്ലോ. ആ ഓഫറുകൾ നമുക്ക് ലഭ്യമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം അള്ളാഹുമായി ഉള്ള നമ്മുടെ കരാറുകൾ അത് കൃത്യമായി പൂർത്തീകരിക്കുന്നവരാകുക എന്നുള്ള. വൈദിപുത്ര ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഖുർആൻ ഈ കാര്യം അടിക്കടി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബിയെ പല വിഷയങ്ങൾ കൊണ്ടും അള്ളാഹു പരീക്ഷിച്ചു. ഫഅതമ്മഹുന്ന, അതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പൂർത്തീകരിച്ചു എന്ന്. ഇത് ഖാല റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയോട് അള്ളാഹു പറഞ്ഞു നീ മുസ്ലിമാകൂ എന്ന്. അദ്ദേഹം മറുപടി പറഞ്ഞു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ മുസ്ലിമായി കീഴ്പ്പെട്ട് വന്നിരിക്കുന്നുവെന്ന്. ഇതുപോലെ പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു കരാറാണ്, നാമും പടച്ചവനും തമ്മിലുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ് എന്ന അടിസ്ഥാനത്തിൽ അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് അവന്റെ കരാറുകൾ പൂർത്തീകരിക്കുകയും ഇതേപോലെ വിശിഷ്ടമായ പദവികൾ അവർക്ക് നൽകുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഉറച്ച വിശ്വാസിയായി തീരുക എന്നുള്ളതാണ്. ഉറച്ച വിശ്വാസിയായി തീർന്ന ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് ആണ് വലിയകൂന മിനൽ മുഖിനീൻ. ഉറച്ച വിശ്വാസിയായി തീരാൻ വേണ്ടിയുള്ള വിഷയങ്ങളാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ മലക്കൂത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടക്ക് ഒരു ചെറിയ വീഡിയോ കണ്ടു നോക്കൂ. ഇവിടെ ഈ കുട്ടികളുടെ ഒക്കെ മനക്കരുത്തും അവരുടെ യഖീനും അവരുടെ ഈമാനിന്റെ ഉറപ്പും ഒക്കെ എങ്ങനെ കൈവന്നു എന്ന് നമ്മൾ പലതവണ പല വീഡിയോകളിലായിട്ട് കണ്ടതാണ്. പക്ഷെ ഇവിടെ ഒന്നുകൂടെ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് ആ ഫിലിസ്തീനിലെ മക്കളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അവരുടെ മനസ്സിന്റെ ഉറപ്പ്, അവരുടെ ദൃഢത, അവരുടെ ബോധ്യം, പടച്ചവനെ സംബന്ധിച്ചുള്ള അവരുടെ ഉറച്ച വിശ്വാസം, അതൊക്കെ എന്തായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ ഇതൊന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഇത് സംഭവം ഇതാണ്. ഇതിനെപ്പറ്റി ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അതിന്റെ അടിക്കുറിപ്പായിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ. വീഡിയോ കാണിക്കാം. അതിങ്ങനെയാണ് കണ്ടത്. 4 മാസത്തിനുള്ളിൽ 4ാമത്തെ പാലായനമാണ് ഈ കുട്ടി നിർവഹിക്കുന്നത്. 4ാമത്തെ ഈ യാത്രയിൽ തന്റെ സൈക്കിളിൽ വീട്ടിൽ അവശേഷിച്ച ലഗേജുമായി പോകുമ്പോ തന്റെ കുഞ്ഞനുജനെയും ആ സൈക്കിളിൽ കയറ്റി കൊണ്ടുപോവുകയാണ്.
തണുപ്പും മഴയും വകവെക്കാതെ ബോംബാക്രമണങ്ങളും അപകടങ്ങളും ഒരുപാട് പതിയിരിക്കുമ്പോ പടച്ചവന്റെ സഹായമല്ലാതെ കരുതലല്ലാതെ മറ്റൊന്നും തന്നെ ലഭ്യമാകാനില്ലാത്ത, ആരും സംരക്ഷിക്കാനില്ലാത്ത, മാതാപിതാക്കൾ മരിച്ചുപോയ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിന്റെ ഉറപ്പ് എവിടെ നിന്നാണ്, ഈ യഖീന് അവരുടെ ജീവിതത്തിൽ എവിടെ നിന്നാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. അവസാനമായി ഈ ലോകത്ത് അവർക്കായി എല്ലാം ബോംബ് വർഷിപ്പിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ടതിനു ശേഷം അവർക്കായി അവശേഷിക്കുന്ന എന്തോ കുറഞ്ഞ സാധനങ്ങൾ, കുറച്ച് തുണികൾ, കുറച്ച് വീട്ടിൽ അവശേഷിച്ച മറ്റു പാത്രങ്ങൾ, ഇതെല്ലാം കൂടെ കെട്ടിമടക്കി തന്റെ കുഞ്ഞു സൈക്കിളിൽ വെച്ച് കൊണ്ടുപോകുമ്പോ തന്റെ കുഞ്ഞനുജനെയും ആ പ്രാവശ്യം സൈക്കിളിൽ വെച്ച് ഉന്തിക്കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞു മകനെ, ഒരു കുഞ്ഞു മോനെ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. കണ്ടു നോക്കാം. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. ഇബ്രാഹിം നബിയുടെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. അദ്ദേഹത്തിന് ഇത്രയും ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭ്യമാകാൻ, അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന പേരിൽ വിശേഷിപ്പിക്കാനൊക്കെ കാരണമായ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു. അതിലുള്ള ഒരു വിഷയമാണ് ഈ ആയത്തിന്റെ അവസാനത്തിലുള്ളത്, വലിയകൂന മിനൽ മൂഖിനീൻ. അപ്പൊ അദ്ദേഹം മിനൽ മൂഖിനീൻ, ദൃഢവിശ്വാസികളിൽ പെട്ട ആളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൃഢബോധ്യമുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് പറഞ്ഞ വേറെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇമാമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ഇമാമായിരുന്നു. ജനങ്ങളുടെ മുഴുവനും ഇമാമായിട്ട് ഇബ്രാഹിം താങ്കളെ നാം മാറ്റുകയാണ്. ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ നമ്രൂദും കിങ്കരന്മാരും വലിയ തീക്കുണ്ടമുണ്ടാക്കി ഇബ്രാഹിം നബിയെ ആ വലിയ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ കരിച്ചു കളയണം എന്നുദ്ദേശിച്ചപ്പോ നാം പറഞ്ഞു തീയിനോട്, കുനീ ബർദം വസലാമാ, നീ ബർദായിക്കോളൂ, സലാമായിക്കോളൂ, തണുപ്പായിക്കോളൂ, രക്ഷയായിക്കോളൂ എന്ന് തീയോട് നാം പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബിക്ക് തണുപ്പായി കിട്ടി. ആർക്കാ കിട്ടിയത് ലോകത്ത്? യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, മകനെ നിന്നെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. എന്താ കാണുന്നത്? നിന്നെ ഞാൻ അറുക്കണമെന്നാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ അറുക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു സ്വപ്ന ദർശനം നൽകി. അതാ സ്വപ്ന ദർശനത്തിൽ കണ്ട കാര്യം മകനെ വിളിച്ചു പറഞ്ഞു, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ എന്ന് മകനെ വിളിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരിട്ട് ചോദിക്കുന്ന. അപ്പൊ അത്രയും വലിയ പ്രതിസന്ധികൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പതറാതെ നിൽക്കാനുള്ള ആ ഒരു കരുത്തായിരുന്നു ഇതിലൂടെ അള്ളാഹു നൽകിയത്. അങ്ങനെ കുറെ വിഷയങ്ങൾ. മാകാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം യഹൂദി ആയിരുന്നില്ല, നസ്രാനി ആയിരുന്നില്ല. അദ്ദേഹം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, നേരെ ചൊവ്വേ സഞ്ചരിക്കുന്ന വ്യക്തിയായിരുന്നു, മുസ്ലിമായിരുന്നു, മുശ്രിക്കായിരുന്നില്ല. ഇബ്രാഹിം നബിയുടെ വിശേഷണമാണ് ഈ പറയുന്നത്. ലോകത്തുള്ള ജനങ്ങളോട് മുഴുവനും ഹജ്ജിനായിട്ട് മക്കയിലേക്ക് വരുന്നതിന് വേണ്ടി ഇബ്രാഹിമെ നിങ്ങൾ
വിളംബരം ചെയ്യൂ എന്ന് ആ വിളംബരം പറയാനുള്ള അവകാശം കിട്ടിയത്, അതിനുള്ള അവസരം ലഭിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്കാണ്. ഇബ്രാഹിം നബിയുടെ ആ വിളിയാളം കേട്ടുകൊണ്ടാണ്, ആ വിളംബരം കേട്ടുകൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇന്നും ആളുകൾ ഹജ്ജിന് വേണ്ടി പരിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ. ഒരു സമുദായമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. വളരെയേറെ ഭയഭക്തമായി ജീവിക്കുന്ന ഋജുമനസ്കനായ മുശ്രിക്കല്ലാത്ത ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമുദായമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. അങ്ങനെ ഏറെ വിശേഷണങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ സംബന്ധിച്ച് അള്ളാഹു ഇതേപോലെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. അടുത്ത ആയത്തിലേക്ക് നമ്മൾ പോവുക. ഇനി ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇബ്രാഹിം നബി ആരായിരുന്നു എന്ന്, അള്ളാഹു അദ്ദേഹത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് നൽകിയത് എന്ന്, സാധാരണ ആളുകൾക്ക് നൽകുന്ന പ്രത്യേകതകളല്ല, അതിനേക്കാളൊക്കെ വളരെ ഗംഭീരമായ വിഷയങ്ങളാണ് ഇബ്രാഹിം നബിക്ക് നൽകിയ ആദരവുകളിലൂടെ അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഇനി 76-ാമത്തെ ആയത്ത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, അങ്ങനെ രാത്രി അദ്ദേഹത്തെ ഇരുട്ടുകൊണ്ട് മൂടിയപ്പോൾ, റആ കൗകബൻ, അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാ എന്റെ രക്ഷിതാവ്. ഫലമ്മ അഫല, അത് അസ്തമിച്ചപ്പോൾ, അഫല അസ്തമിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ലാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അൽ ആഫിലീൻ, അസ്തമിച്ച് പോകുന്നവരെ. ഫലമ്മ ജന്ന, ജന്ന മൂടി, അലൈഹി അദ്ദേഹത്തിന്റെ മേൽ, അല്ലൈലു രാത്രി, റആ കൗകബൻ രാത്രി ഇരുട്ട് മൂടിയപ്പോൾ ആ ആകാശത്തെ ഒരു നക്ഷത്രം കണ്ടു. നമ്മൾ കാണുന്നില്ലേ ആകാശത്ത് ഒരു നക്ഷത്രം, ഒറ്റപ്പെട്ടൊരു നക്ഷത്രമല്ലേ? ആ നക്ഷത്രം ഏതാ നമുക്കറിയാം, പറയാം. അതിനെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്, എന്റെ രക്ഷിതാവ് ഇതാ. എന്നാ കുറച്ചു കഴിഞ്ഞത് മറഞ്ഞു പോയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, രക്ഷിതാവാണെങ്കിൽ, എന്റെ റബ്ബാണെങ്കിൽ ആ റബ്ബ് മറഞ്ഞു പോകാൻ പറ്റുമോ? കുറച്ചു നേരം എന്നെ കാണാതിരിക്കുക, എന്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവുക, അങ്ങനെ ഒരാളെ എനിക്ക് രക്ഷിതാവായി സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം അവരോട് ചോദിക്കുക. നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവർ, ആ നക്ഷത്രങ്ങളുടെ പേരിൽ ഭൂമിയിൽ ബിംബങ്ങൾ ഉണ്ടാക്കി അവയെ ആരാധിക്കുന്നവർ ആയ ഒരു സമുദായമാണ് ഇവരെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ടാണ് ആകാശത്ത് കണ്ട, ഇരുട്ട് മൂടിയപ്പോ ആകാശത്ത് കണ്ട ഒരു നക്ഷത്രത്തെ, ആ നക്ഷത്രത്തിന്റെ നേരെ നോക്കി ഇതാണ് എന്റെ റബ്ബ് എന്ന് പറയുകയും കുറച്ചു കഴിഞ്ഞ് ആ നക്ഷത്രത്തെ കാണാതിരുന്നപ്പോ, അസ്തമിച്ചു പോയപ്പോ, ഇത് അസ്തമിച്ചു പോകുന്ന, ഇല്ലാണ്ടായി പോകുന്ന, മറഞ്ഞു പോകുന്ന, അഫല തന്നെ ഓബ, മറഞ്ഞു, അങ്ങനെ മറഞ്ഞു പോകുന്ന ഒന്നിനെ ഞാൻ എങ്ങനെ രക്ഷിതാവായി സ്വീകരിക്കും എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അടുത്ത ആയത്ത്, ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിദ് ദ്ദാല്ലീൻ. ഫലമ്മാ റഅൽ ഖമറ ബാസിഗ, റഅൽ ഖമറ ഫലമ്മ കണ്ടപ്പോൾ, ഫലമ്മ റഅ കണ്ടപ്പോൾ, അൽ ഖമറ ചന്ദ്രനെ, ബാസിഗൻ ഉദിച്ചുയരുന്നത്, ബാസിഗൻ ത്വാലിഗൻ ത്വലഅ ഉദിച്ചുയർന്നു, ഉദിച്ചുയരുന്ന ആ ഉദിച്ചു വരുന്ന ചന്ദ്രനെ കണ്ടപ്പോ ഖാല അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. നേരത്തെ നക്ഷത്രം, ആ നക്ഷത്രം അസ്തമിച്ചു പോയി, അതിന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട്
ഇവിടെ ചന്ദ്രൻ ഇതാ വന്നിരിക്കുന്നു, അൽ ഖമർ ചന്ദ്രൻ വന്നിരിക്കുന്നു. ആ ചന്ദ്രൻ ഉദിച്ചു വരുന്ന ആ രംഗം കണ്ടപ്പോ സന്തോഷത്തോട് കൂടിയിട്ട് അതിനെ ഫലമ്മ അഫല, എന്നാൽ ആ ഒരു ചന്ദ്രനും അസ്തമിച്ചു പോയപ്പോ കാല അദ്ദേഹം പറയാ ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിദ്ദാല്ലീൻ. എന്റെ രക്ഷിതാവ് എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴിപിഴച്ച ജനവിഭാഗത്തിൽപ്പെട്ടവനായി തീരും. ലഇല്ലം യഹ്ദിനി റബ്ബി, എന്റെ രക്ഷിതാവ് എനിക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ, നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ ലഅകൂനന്ന, ഞാൻ പെട്ടുപോവുക തന്നെ ചെയ്യും, മിനൽ ഖൗമിദ്ദാല്ലീൻ, ദ്വാല്ലീൻ വലദ്ദാല്ലീൻ അദ്ദാല്ലീൻ, വഴി പിഴച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞാനും പെട്ടുപോകുമല്ലോ. അപ്പൊ പടച്ചവൻ എനിക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട്, ആ ഹിദായത്തിലാണ് ഞാനുള്ളത് എന്ന് അവരോട് സംസാരിക്കുകയാണ്. ചന്ദ്രൻ കണ്ടപ്പോ ഇതാണ് എന്റെ ചന്ദ്രൻ, എന്താണ് എന്റെ ദൈവം എന്ന് പറയുന്നു. അത് അസ്തമിച്ചു പോയപ്പോ ഇതിനെ ഒന്നും ദൈവമാക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് എന്റെ റബ്ബ് ഹിദായത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് മാറുന്നു. അടുത്ത ആയത്ത് സൂര്യനെ അദ്ദേഹം കണ്ടപ്പോ ബാസിഗത്തൻ ഉദിച്ചുയരുന്നതായി. നേരത്തെ ബാസിഉൻ ഖമറിനെ ബാസിഉൻ എന്ന് പറഞ്ഞു, പുല്ലിംഗമായി പറഞ്ഞു, മെയിലായി പറഞ്ഞു. ശംസിനെ ബാസിഗത്തൻ സ്ത്രീലിംഗമായിട്ട് ഫീമെയിലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാസിഗത്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഖാല ഹാദാ റബ്ബി, അങ്ങനെ ശംസിനെ ഫീമെയിലായി ഉപയോഗിക്കാൻ ഉള്ള കാരണം അത് ഇങ്ങനെയുള്ളൂ എന്നാണ് അധികം ആൾക്കാരും പറഞ്ഞത്. റജുലുൻ അല്ലാമത്തുൻ, അല്ലാമയോ വലിയ അല്ലാമ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, വലിയ മഹാപണ്ഡിതൻ എന്നിന് ആലിം എന്നുള്ളതിന് അല്ലാമത്തുൻ എന്ന് പറയും, വലിയ പണ്ഡിതൻ. അപ്പൊ അതേ രൂപത്തിൽ താഴ് ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. സൂര്യന്റെ ഗാംഭീര്യത കൊണ്ട്, സൂര്യന്റെ വലിപ്പം കൊണ്ട്, സൂര്യന്റെ പ്രത്യേകതകൾ കൊണ്ട് ഒക്കെ ചന്ദ്രനേക്കാൾ പ്രത്യേകതയുള്ളതാണല്ലോ സൂര്യൻ. അപ്പൊ അതുകൊണ്ട് അതിനെ ബാസിഗത്തുൻ എന്ന് ഇവിടെ സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിച്ചു. പക്ഷെ അവസാനത്തിൽ താഴ് ഉപയോഗിക്കുമ്പോ മഹത്വം കൂടുകയാണ്. സ്ത്രീലിംഗ ഫീമെയിലായി ഉപയോഗിക്കുമ്പോ ആ വാക്കിന് മഹത്വം കൂടുകയാണ്. ആലിമുൻ അല്ലാമത്തുൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ ശംസിന്റെ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് അതിനെ ഫീമെയിലായി ഉപയോഗിച്ചതാണ് എന്നും പറയപ്പെടുന്നു. പോട്ടെ, അങ്ങനെ ആ സൂര്യനെ അത് ഉയർദിച്ചു വരുന്നത് കണ്ടപ്പോ, ഉദിച്ചു ഉയരുന്ന സന്ദർഭത്തിലല്ലേ സൂര്യനെ നോക്കാൻ പറ്റുള്ളൂ, കുറച്ചു കഴിഞ്ഞാൽ നോക്കാൻ പറ്റുമോ? ഉദിച്ചു ഉയരുന്നതായി കണ്ടപ്പോ നട്ടുച്ച നേരത്ത് സൂര്യനിലോട്ട് നോക്കാൻ കഴിയോ? അപ്പൊ അതുകൊണ്ട് ഉദിച്ചു ഉയരുന്ന സൂര്യനെ നോക്കുന്ന വിഷയം വേറെയാ. ഉദയസൂര്യനെ ദർശിക്കുക, ഉദയസൂര്യനെ കാണുക, അതിന്റെ സന്തോഷം. അതേപോലെ അസ്തമയ സൂര്യനെ കാണുക എന്നൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ. ആ ഉദയസൂര്യനെ കണ്ടപ്പോ ഖാല ഹാദാ റബ്ബി, അദ്ദേഹം പറയുന്നു ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്, ഹാദാ അക്ബർ, ഇതാണ് അതിനേക്കാൾ വലുത്. ഇവിടെ സൂര്യന്റെ ദൈവമാണ് എന്ന് പറയാൻ, റബ്ബാണ് എന്ന് പറയാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നൊരു ന്യായം എന്ന് പറയുന്നത് ഹാദാ അക്ബർ, ഇത് അതിനേക്കാൾ വലുതല്ലേ, അതുകൊണ്ട് ഇതിനെ സ്വീകരിക്കുന്നു എന്ന്. അപ്പൊ ഇങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു സംഗതി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് പുറമെ മറ്റു പലതിനെയും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതിനേക്കാൾ കുറെ കൂടെ മഹത്വം ഉള്ളത് വേറെ എവിടെയുണ്ട് എന്ന് കേട്ടാൽ അങ്ങോട്ടാണല്ലോ പിന്നെ പോവുക, ഓടിപ്പോവുക. ആ ഒരു ഇലാഹിനെയാണല്ലോ, ആ ഒരു ആരാധനയാണല്ലോ, ആ ഒരു കേന്ദ്രത്തെയാണല്ലോ ആളുകൾ സാധാരണ സ്വീകരിക്കുക. അതേപോലെ തന്നെയാണ്, അങ്ങനെ ഒരു പ്രയോഗമാണിത്. ഹാദാ അക്ബർ, ഇത് അതിനേക്കാൾ ഒക്കെ വലുതാണ്. ഇബ്രാഹിം നബിക്ക് അങ്ങനെ മനസ്സിലായി ഹാദാ അക്ബർ. ഇത് ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ചന്ദ്രനിലേക്ക് നോക്കുമ്പോ, സൂര്യനിലേക്ക് നോക്കുമ്പോ ഏകദേശം ഒരേ വലിപ്പത്തിലല്ലേ കാണുക, ചെറിയൊരു വലിപ്പം വ്യത്യാസം മാത്രം പിന്നെ തോന്നുള്ളൂ. പക്ഷെ ഇവിടെ ഇബ്രാഹിം നബിക്ക് ഇത് കൃത്യമായി അക്ബറാണ്, ഇത് അതിനേക്കാൾ വലിയതാണ്, ഏറ്റവും വലിയതാണ് എന്ന് തോന്നാൻ സാധ്യമാകുന്ന വിധത്തിൽ അള്ളാഹു നേരത്തെ മലക്കൂത്തസമാവാത്തി വല്ലാന്ന് ആകാശഭൂമികളുടെ ആധിപത്യ രഹസ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിൽ നിന്ന് കൃത്യമായി നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്നാണ്. ഇത് നമുക്കറിയാലോ. എന്തുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുന്ന
ഒരു ഹോംവർക്കാണ്. ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾ സൂര്യനെയും ചന്ദ്രനെയും ഒരേ വലിപ്പത്തിൽ തന്നെ, ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ കാണുന്നത് എന്തുകൊണ്ടാണ്? അതിനുത്തരം നിങ്ങൾക്കറിയാം. എന്തായ കാരണം? ഒന്ന്, ചന്ദ്രൻ എന്ന് പറയുന്നത് സൂര്യനേക്കാൾ 400 മടങ്ങ്, ഏകദേശം 400ഓളം മടങ്ങ് ചെറിയതാണ്. സൂര്യൻ എന്ന് പറയുന്നത് ചന്ദ്രനേക്കാൾ ഭൂമിയിൽ നിന്നും ചന്ദ്രൻ അപേക്ഷിച്ച് 400 മടങ്ങ് ദൂരത്താണുള്ളത്. ആ രണ്ടും ഒരേ അനുപാതത്തിൽ വരുമ്പോൾ, ഒരേ റേഷ്യോയിൽ വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ഈ വിഷയം നിങ്ങൾ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി എഴുതി അറിയിക്കണമെന്ന് ഉണർത്താണ് നമുക്ക് മറ്റുള്ള ആളുകൾക്കും പങ്കുവെക്കാവുന്നതാണ്. പോട്ടെ. ഫലമ്മ അഫലത്ത്, നേരത്തെ അഫല എന്ന് പറഞ്ഞു, ഇവിടെ അഫലത്ത് ഒരു സ്ത്രീലിംഗ രൂപത്തിൽ. അതും അസ്തമിച്ചപ്പോ ഖാലയാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, അദ്ദേഹം പറയാ, ജനങ്ങളെ, നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിരപരാധിയാട്ടോ, ഞാനതൊന്നും ചെയ്യുന്ന ആളല്ല. ഇതൊക്കെ ശിർക്കായ, നിങ്ങൾ സൂര്യൻ ആരാധിക്കുന്നു, നിങ്ങൾ ചന്ദ്രൻ ആരാധിക്കുന്നു, നിങ്ങൾ നക്ഷത്രങ്ങൾ ആരാധിക്കുന്നു, അവയുടെയൊക്കെ ബിംബങ്ങൾ ഉണ്ടാക്കി ഭൂമിയിൽ സ്ഥാപിച്ചുകൊണ്ട് അവിടെയും നിങ്ങൾ ആരാധന നടത്തുന്നു. ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ഞാൻ നിരപരാധിയാണ്, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ബരീ ഉൻ, ഒഴിവാകുന്നു. ഇന്നി ബരീ ഉൻ, ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒഴിവായവനാണ് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തത്. ഇതിലുള്ള വാക്ക് ജന്ന എന്നാണ്. ഒരു മിനിറ്റാണുള്ളത്. ജന്ന എന്ന് പറഞ്ഞാൽ മറയിട്ടു എന്നാണ്, മറഞ്ഞു എന്നാണ്. ജുനൂനിൻ, ഭ്രാന്ത് എന്ന് പറയുന്നത് ഐസത്തുൽ അഖ്ലി എന്നാണ്, ബുദ്ധി മറഞ്ഞു പോവുക, ബുദ്ധി കാണാതായി പോവുക, മറഞ്ഞു പോവുക എന്നർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞത്. ജന്നല്ലയിലു, രാത്രി ജന്ന ആയി എന്ന് പറഞ്ഞാൽ അള്ളുലമ വസത്തറ, ഇരുട്ടുമൂടി കാര്യങ്ങൾ കാണാതെയായി. അതിൽ നിന്നാണ് ജിന്ന് വന്നത്. കാണാത്ത ഒരു വസ്തു, കാണാത്തൊരു ജീവി. ജന്നത്തുൻ, സ്വർഗം എന്ന ജന്നത്തിന്റെ വാക്ക് വന്നതും ഇതിൽ നിന്ന് തന്നെയാണ്. കാരണം തോട്ടത്തിലൂടെ നടന്നു പോകുന്ന ഒരാളെ കാണാൻ പറ്റാത്ത വിധത്തിൽ അവിടെ ചെടികളും മരങ്ങളും ഒക്കെയായി അയാളെ മറച്ചു വെക്കുന്ന വിധത്തിലുള്ള ഒരുപാട് സംഗതികൾ ഇടതൂർന്ന് വളർന്ന ഒരു പ്രദേശമായതുകൊണ്ടാണ് ജന്നത്തുൻ, തോട്ടം എന്ന വാക്ക്, ജന്ന എന്ന ഈ വാക്കിൽ നിന്ന് വന്ന ജന്നത്തിന്റെ അർത്ഥം എന്നൊക്കെയാണ് ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇത് സംബന്ധമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളില്ല, കുറഞ്ഞ വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കാം. ഈ 3 ആയത്തും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ വിശദീകരണങ്ങൾ വായിച്ചു നോക്കാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ പറയാനില്ല. പറയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ പറഞ്ഞു. ഇവിടെ ഹാദാ റബ്ബി എന്ന് പറഞ്ഞതിൽ ഒരു സംശയം ഉണ്ടാകും. ഇതെന്റെ റബ്ബാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? ഇത് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണോ, അല്ല അദ്ദേഹം നാടകമായി, ഒരു അഭിനയമായി പറഞ്ഞതാണോ? അഭിനയമായി പറഞ്ഞതാണ് എന്ന് തന്നെയാണ് അധിക പണ്ഡിതന്മാരും ബഹുഭൂരിപക്ഷം ആളുകളും വിശദീകരിക്കുന്നത്. അല്ലാതെ ഇബ്രാഹിം നബിക്ക് അങ്ങനെ കൃത്യമായ ഒരു വിശ്വാസം ഉള്ള ഒരു കാലഘട്ടം കഴിഞ്ഞു പോയത് കൊണ്ട് അങ്ങനെ പറഞ്ഞതല്ല എന്ന്. അതിനൊരു ഉദാഹരണം പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടമില്ലാത്ത ഒരാളെ ഭർത്താവായി വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് മകളെ പുയ്യാപ്പുള്ള പോയി നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ചായയും വെള്ളമായിട്ട് പറഞ്ഞയച്ചു. മകൾ തിരിച്ചു വന്നിട്ട് ഉമ്മയോട് പറയുന്ന ഒരു രൂപം, എന്താ ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ മകള് പറയുന്നു വിചാരിക്കാം, ഇതാണ് എന്റെ വരൻ എന്ന് ചോദിക്കുമ്പോ അതിലൊരു ഇതാണ് എന്റെ വരൻ, ഇതാണ് എന്റെ വരൻ, ഇതാണപ്പോ നിങ്ങൾ കൊണ്ടുവന്ന സാധനം എന്ന് അർത്ഥത്തിൽ ഒരു പക്ഷേ ചോദിക്കുന്ന ആ രൂപത്തിലാണ് ഈ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടായ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതേപോലെ ഖുർആനിലൊരായത്ത് തന്നെ വയോമ യുനാദീഹിം ഐന ശുറക്കാഇ, അള്ളാഹു പറയാ ഞാൻ വിളിക്കും പരലോകത്ത് വെച്ച് ഐന ശുറക്കായി, എന്റെ പങ്കുകാരൊക്കെ എവിടെ, എന്റെ കൂട്ടുകാരെവിടെ എന്ന് അള്ളാഹു ചോദിക്കല്ലോ പരലോകത്ത് വെച്ചിട്ട്.
ഇവിടെ ഒരുപാട് ആളുകളെ ആരാധിച്ചിരുന്ന ആ ആരാധ്യ വസ്തുക്കളെയും ആ ആരാധ്യരെയും ഒക്കെ അള്ളാഹു തുറക്കാവും എന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കാറുണ്ടല്ലോ. ശരിക്കും അള്ളാഹുവിന് ശുറക്കാവുണ്ടോ? അള്ളാഹുവിന് ശുറക്കാവില്ലല്ലോ. അപ്പൊ ആ അർത്ഥത്തിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള കൗക്കബൻ എന്ന സംഗതിയെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്നവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്വാലിഹായ ആഗ്രഹങ്ങൾ പടച്ചു റബ്ബ് നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബ മിത്രാദികളോടൊക്കെ അള്ളാഹു കരുണ ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.